ഹായ് ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നും നമ്മുടെ വീട്ടിൽ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. കൂട്ടുകാർക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോവുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോസ് കാണാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങളോടൊരു സന്തോഷ വാർത്ത കൂടെ പറയാനുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷ വാർത്ത എല്ലാവരും കേൾക്കാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നതാണ്. കുറേ പേര് കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ നാത്തൂൻ്റെ കാര്യമാണ് കേട്ടോ. പ്രസവത്തിന് പോയിട്ട് കുറേ ദിവസം ആയല്ലോ അപ്പോൾ ഡെലിവറി കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ നാത്തൂൻ പ്രസവിച്ചിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോ എടുക്കുന്ന ദിവസമാണ്, ഈ വീഡിയോ എടുത്തത് നമ്മൾ 16-ാം തീയതിയാണ്. 16-ാം തീയതി ഒരു 4 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ ഡെലിവറി കഴിഞ്ഞത്. സുഖപ്രസവമാണ്, കുഴപ്പമൊന്നുമില്ല. അമ്മയും കുഞ്ഞും സന്തോഷമായിട്ടിരിക്കുന്നു. ആൺകുട്ടിയാണ് കേട്ടോ. മൂത്തത് പെൺകുട്ടിയും ഇപ്പോൾ ആൺകുട്ടിയാണ് പ്രസവിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്, സന്തോഷമായിട്ടിരിക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. അമ്മയും കുട്ടിയും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് ആദ്യം തന്നെ പറയാൻ സാധിച്ചതിൽ എനിക്കും സന്തോഷം തന്നെയുണ്ട്. അപ്പോൾ എന്തായാലും നേരം വെളുത്ത് നമ്മുടെ വീട്ടിലെ കാഴ്ചകൾ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ നമ്മുടെ ഇവിടെ വന്നാൽ തുടങ്ങണത്. അപ്പോൾ പതിവൊന്നും തെറ്റിച്ചിട്ടില്ല. പാലൊക്കെ കറക്കാനായിട്ട് ആങ്ങള എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ ആങ്ങളെ പിള്ളേരിനെയും കൊണ്ട് വീട്ടിലേക്ക് പോയതായിരുന്നു, ഭാര്യ വീട്ടിലേക്ക്. അതായത് അഞ്ജുവിൻ്റെ വീട്ടിൽ പോയിട്ട് രാവിലെ ഒരു 6:30 ആകുമ്പോഴത്തേക്ക് ചാരുവിനെയും ചെട്ടിനെയും കൂടെ കൊണ്ടുവന്നു. കുഞ്ഞാപ്പിനെ അവിടെ ഇരുത്തിയിട്ടാണ്. അപ്പോൾ പാല് കറക്കാനാകുമ്പോഴേക്കും വരണമല്ലോ. അപ്പോൾ എന്തായാലും അങ്ങനെ അവരെന്തായാലും എത്തിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ ആങ്ങളെ വന്ന പാടെ വേഗം തന്നെ പാലൊക്കെ കറക്കാനായിട്ട് നിന്നു. അങ്ങനെ പാലൊക്കെ കറന്ന് എടുത്ത് കൊണ്ടുപോവാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും പാല് കറക്കണം മാത്രമല്ല, പാല് കൊണ്ടുപോയിട്ട് നമ്മൾ റോട്ടിൽ നമ്മുടെ അവിടെ സൊസൈറ്റിയിൽ നിന്ന് ആൾ വരും കേട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ അതും കൂടെ വീഡിയോ എടുക്കാനായിട്ട് ചാരുമോൾ പോയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിൻ്റെ അവിടെ പാല് കൊടുക്കുന്ന കാഴ്ചകളും കൂടെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ അങ്ങോട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ പാൽക്കാരൻ വരുന്നത്. നേരത്തെയൊക്കെ ആണെങ്കിൽ 5 മണി എന്ന് പറഞ്ഞാൽ പാൽക്കാർ വരും. ഇപ്പോഴൊക്കെ സമയമായിട്ടാണ്. രാവിലെ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴാണ് പാൽക്കാരൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി സമാധാനത്തിൽ കിടന്നുറങ്ങാനും പറ്റും. രാവിലെ എണീറ്റിട്ട് പാല് കറന്നാൽ മതിയല്ലോ. മുമ്പൊക്കെ ആണെങ്കിൽ 5 മണി എന്ന് പറഞ്ഞാൽ പാൽക്കാരൻ വരും. 4:45 5 മണി ആകുമ്പോഴേക്കും നമ്മളിതുപോലെ റോട്ടിൽ വന്ന് നിൽക്കണം. പിന്നെ വൈകുന്നേരത്ത് ഇപ്പോൾ 5 മണിയൊക്കെ ആകുമ്പോഴാണ് കേട്ടോ പാൽക്കാരൻ വരുന്നത്. 4:30 കഴിഞ്ഞിട്ടാണ് വരുന്നത്. നേരത്തെയൊക്കെ 1:30 എന്ന് പറയുമ്പോൾ പാൽക്കാരൻ വരും ഉച്ചയ്ക്ക്. അതേപോലെ തന്നെ രാവിലെയും നേരത്തെ കറക്കണം. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാൽക്കാരൻ്റെ കയ്യിൽ നമ്മൾ പാലൊഴിക്കുന്ന സമയത്ത് ഇപ്പോൾ ആങ്ങളെ ഒരു ബോട്ടിൽ എടുക്കുന്നത് കണ്ടില്ലേ, ആ ഒരു ബോട്ടിലിൽ നമ്മുടെ ആ ഒരു ചെറിയൊരു കപ്പിന് നമ്മളൊരു കപ്പ് പാൽ അതിൽ ഒഴിക്കുകയാണ് കേട്ടോ. കാരണം പാലിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാനാണ്. അവരത് കൊണ്ടുപോയിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ കൊണ്ടുപോയി അവർ ക്വാളിറ്റി ചെക്ക് ചെയ്യും കേട്ടോ. എന്നിട്ടാണ് അതിനനുസരിച്ചിട്ടാണ് നമുക്ക് കാശ് തരുന്നത്. നല്ല പാലൊക്കെ ആണെങ്കിൽ നല്ലോണം നമ്മൾ ഫിക്സഡ് ആയിട്ടുള്ള റേറ്റ് കിട്ടും. കുറവാണെങ്കിൽ അങ്ങനെ ആയിരിക്കും കിട്ടുന്നത് കേട്ടോ. അപ്പോൾ അതിനാണ് ഈ ഒരു പാത്രത്തിൽ മൊത്തം ബോട്ടിലുകൾ വെച്ചിട്ടുള്ളത്. ഓരോരുത്തരും പാലൊഴിക്കുമ്പോൾ അതിൽ ബോട്ടിലിലാക്കിയിട്ട് അങ്ങനെ എടുത്തിട്ട് പോവുകയാണ് കേട്ടോ. സാമ്പിൾ എടുത്തിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു പാൽക്കാരൻ വരുന്ന കാഴ്ചകളൊക്കെ നമ്മുടെ ഈ ഭാഗത്തേ ഉള്ളൂ കേട്ടോ. ഞങ്ങളുടെ ഈ ഭാഗത്ത് ഇപ്പോഴും പാൽക്കാരൻ രാവിലെയും വരും വൈകുന്നേരം വരും. പക്ഷെ നമ്മുടെ ആനിക്കോട് നമ്മൾ ഏട്ടൻ്റെ വീട്ടിൻ്റെ അവിടെ ഈ പാൽക്കാരനൊന്നും വരവൊന്നുമില്ല കേട്ടോ. പാല് നമ്മൾ സൊസൈറ്റിയിൽ നേരിട്ട് കൊണ്ടൊഴിക്കുകയാണ്. അല്ലാതെ ഇങ്ങനെ പാലെടുക്കാൻ വരുന്നതൊന്നും ഞാൻ അവിടെ കണ്ടിട്ടില്ല. ഒരു ടാറ്റ പറയോ? ശരി, പോവാ.
ഇവിടെ അങ്ങനെ പിന്നെ പാലൊക്കെ ഒഴിച്ചിട്ട് വന്നു. പിന്നെ എന്താ ഞാൻ ചായയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നേരം വെളുത്തല്ലേ ഉള്ളൂ. അപ്പോൾ പാല് കൊണ്ടുപോകുന്ന സമയത്ത് വീട്ടിലേക്ക് വേണ്ട പാലൊക്കെ എടുത്ത് വയ്ക്കും. അപ്പോൾ ഞാൻ എന്തായാലും ഇതാ ചായ ഇടാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ചായയൊക്കെ ഇട്ട് ഇനിയിപ്പോൾ രാവിലെ കഴിക്കാനൊന്നും ഉണ്ടാക്കില്ല കേട്ടോ. ഇന്നിപ്പോൾ രാവിലെ ചോറ് മതി എന്ന് പറഞ്ഞു. എന്താണെന്നറിയില്ല, അമ്മൻ്റെ കറികളൊക്കെ കൂട്ടിയിട്ട് കഴിക്കാനായിട്ട് തോന്നും കേട്ടോ. വന്നപ്പോൾ മുതൽ അങ്ങനെ അതും ഇതൊക്കെ അല്ലേ കഴിക്കണത്. അപ്പോൾ ഒരു നാടൻ കറികളും ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാനൊരു ആഗ്രഹം കൊണ്ട് അമ്മൻ്റെ അടുത്ത് ഇന്ന് രാവിലെ ചോറ് ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കാനായിട്ട് ചോറൊക്കെയാണ് കേട്ടോ. അപ്പോൾ ചോറ് വെച്ചാൽ രാവിലെയും ഉച്ചക്കലേക്കൊക്കെ ആയല്ലോ. പിന്നെ ഒറ്റ പണിയോടെ കഴിയുകയും ചെയ്തു. ഞങ്ങൾ ഉച്ചയ്ക്ക് പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എന്താ ഞങ്ങൾ ധൃതി പിടിച്ച് പോകണമെന്ന് വെച്ചാൽ കുറച്ച് ദിവസം കൂടി ഇരിക്കണം എന്ന് വിചാരിച്ചു. പക്ഷേ നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു കേട്ടോ. അതായത് സ്കൂൾ അടച്ച പിന്നെ നമ്മൾ എവിടേക്കും പോയിട്ടൊന്നുമില്ല. ടൂറും കാര്യങ്ങളൊന്നും പോയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇത് പ്ലാൻ ചെയ്ത് വെച്ചിട്ട് മാസങ്ങളായി. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഏട്ടനൊന്നും വരുന്നില്ല കേട്ടോ. അപ്പോൾ ഏട്ടന് ലീവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനും കുട്ടികളും മാത്രമേ പോകണുള്ളൂ. അപ്പോൾ എന്തായാലും അപ്പോൾ എവിടേക്കാണ് പോകണത്, എന്താ പോകണമെന്നൊക്കെ അടുത്ത വീഡിയോയിൽ സർപ്രൈസായിട്ട് കാണിക്കാം കേട്ടോ. ഒരുപാട് ദൂരമൊന്നുമില്ല, എന്നാലും മക്കളൊന്നും പോയിട്ടില്ല കേട്ടോ. ഞാൻ ഒരു തവണ പോയിട്ടുണ്ട്, എന്നാലും കുട്ടികൾ ആദ്യമായിട്ടാണ് പോണത്. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത വീഡിയോയിൽ സർപ്രൈസായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ രാവിലത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതാ രാവിലെ ചോറും ഒക്കെ അടുപ്പത്തായിട്ടുണ്ട്. അപ്പോൾ അമ്മ ഇതാ മുറ്റമൊക്കെ അടിക്കാൻ കേട്ടോ. ബാക്ക് വശമൊക്കെ മുറ്റം അടിക്കാനുണ്ട്. പിന്നെ ഉമ്മറത്തൊക്കെ ഞാൻ വേഗം തന്നെ അടിച്ചു വിട്ടു കേട്ടോ. ചായ കുടിക്കുന്നതിന് മുന്നേ തന്നെ ഉമ്മറമൊക്കെ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വിട്ടു. അമ്മ പിന്നാലെ മുറ്റമൊക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതാ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോറൊക്കെ വേവാറായി. പിന്നെ അത് അവിടെ കൂട്ടാൻ വെക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കൂട്ടാൻ വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മുതിരയാണ് കേട്ടോ. മുതിരയും മാങ്ങയുമാണ്, അതായത് കൊള്ളും മാങ്ങയും. എനിക്ക് കൊള്ളും മാങ്ങയും ഒക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിവിടെ വരുമ്പോഴാണ് കേട്ടോ അധികം ഇങ്ങനത്തെ കറികളൊക്കെ കഴിക്കുന്നത്. അവിടെ വീട്ടിലെന്ന് പറഞ്ഞാൽ ഏട്ടന് അങ്ങനെ ഇങ്ങനത്തെ കറികളോടൊന്നും അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ട് വല്ലപ്പോഴുമൊക്കെ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും അമ്മൻ്റെ കൈ കൊണ്ട് കൊള്ളും മാങ്ങയും കഴിക്കാനായിട്ട് തോന്നും. അപ്പോൾ അമ്മ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടതാ കൊള്ളൊക്കെ നമ്മൾ ചട്ടി വെച്ച് വറുക്കുകയാണ് കേട്ടോ. മൺചട്ടി, ഒരു പഴയൊരു മൺചട്ടിയാണ്. ഇതിലാണ് നമ്മൾ പയറ് വർഗ്ഗങ്ങളൊക്കെ ഇവിടെ അമ്മ വറുക്കണത് കേട്ടോ. കൊള്ളോ പയറോ പുളിയവര, അങ്ങനെ പുളിയവര ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാണ്. പുളിയവര നോക്കിയപ്പോൾ പുളിയവര കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കൊള്ളും മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് കൂട്ടാൻ കൊള്ളും മാങ്ങയും വഴുതനങ്ങയൊക്കെ ഇട്ടിട്ട് അമ്മൻ്റെ ഒരു നാടൻ കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ കൊള്ളൊക്കെ വറുത്തതിന് ശേഷം ചേറി നമ്മൾ കഴുകി അരിച്ചെടുക്കുക. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് കുക്കറിലിട്ട് വേവിക്കുക, അല്ലെങ്കിൽ അടുപ്പത്ത് വെച്ചിട്ട് വേണമെങ്കിൽ വേവിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും അമ്മ ആ ഒരു കൂട്ടാൻ വയ്ക്കുന്ന തിരക്കിലാണ്. പിന്നെ ഞാനിത് അവിടെ പാത്രമൊക്കെ ഒന്ന് കഴുകാനായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പാത്രമൊക്കെ ഒന്ന് കഴുകി എടുക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ പെണ്ണൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഭയങ്കര പിള്ളേർക്കൊക്കെ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞാപ്പീനെ വീട്ടിൽ ഇന്നലെ കൊണ്ടുവിട്ടല്ലോ. ഇന്നലെ ഇപ്പോൾ കുഞ്ഞാപ്പിൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അതായത് കുഞ്ഞാപ്പിൻ്റെ മേമൻ്റെ കുട്ടിൻ്റെ പിറന്നാളായിരുന്നു. അപ്പോൾ അതിനാണ് ഇവർ പോയത്. അപ്പോൾ ആ പിറന്നാളിന് പോയപ്പോൾ അങ്ങനെ അവളിനെ അവിടെ ഇരുത്തിയിട്ട് വന്നു. ചിട്ടിയും ചാരും മാമനും കൂടെ തിരിച്ച് വരികയും ചെയ്തു. അപ്പോൾ എന്തായാലും കുഞ്ഞാപ്പി ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഒരു എന്താ മ്ലാനത എന്ന് പറയില്ലേ, ഒരു മുഖമൊക്കെ ഒരുമാതിരി ഇരിക്കുന്നുണ്ട് പിള്ളേരില്ലാത്തതുകൊണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പോകണമെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടം കേട്ടോ. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനിപ്പോൾ നാളെ പോകണം എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അങ്ങനെ വന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് ദിവസം കൂടെ നിന്നിട്ട് വരാമെന്നുള്ളൊരു ഇതായിരുന്നു. പെട്ടെന്നാണ് ഇങ്ങനെ ഒരു പ്ലാനൊക്കെ നടന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോകേണ്ടി വന്നു കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടം. വന്നിട്ട് 2 ദിവസമല്ലേ ഇരുന്നുള്ളൂ, 2-3 ദിവസമല്ലേ ഇരുന്നുള്ളൂ. അതുകൊണ്ട് വല്ലാത്ത സങ്കടമുണ്ട്. ഇനിയിപ്പോൾ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞാനിതാ പാത്രമൊക്കെ കഴുകി വെച്ചു. പിന്നെ ഇതാ നമ്മൾ രാവിലെ തന്നെ ഡ്രസ്സുകളൊക്കെ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അലക്കാനുള്ള ഡ്രസ്സൊക്കെ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതൊക്കെ അലക്കിയിട്ട് വേഗം തന്നെ അലക്കിയിട്ടാൽ വെയിൽ വരുമ്പോഴത്തേക്കും വെടിക്കുമല്ലോ. അപ്പോൾ ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല മഴയാണ് കേട്ടോ. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ മഴയാണ് വരുന്നത്. അപ്പോൾ നേരം വെളുത്താൽ നല്ല വെയിലും ഉണ്ട്. അപ്പോൾ എന്തായാലും വെയിൽ വരുമ്പോഴേക്കും ഞാൻ ഈ ഒരു തുണിയൊക്കെ ഒന്ന് അലക്കി ഉണങ്ങാനിടട്ടേന്ന് വിചാരിച്ചു. അമ്മ ചോറും കറിയും വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പുറത്തുള്ള പണികളൊക്കെ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
അപ്പോൾ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ എന്താണ് വരുന്ന സമയമാകുമ്പോഴേക്കും നമ്മൾ വീട്ടിൽ ഏകദേശം പണിയൊക്കെ ഞാനങ്ങനെ ചെയ്യും കേട്ടോ. ഞാൻ മാത്രമല്ല, ചേച്ചിമാരാണെങ്കിലും അതായത് ബെഡ്ഷീറ്റ് കഴുകാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇത്തിരി കട്ടിയുള്ള പണികളൊക്കെ ഉണ്ടെങ്കിൽ അമ്മനെ കൊണ്ട് ചെയ്യിപ്പിക്കണ്ടല്ലോ. നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ അമ്മ തന്നെ ചെയ്യണ്ടേ. അപ്പം ഞാൻ അതൊക്കെ കഴുകിയിടാനായിട്ട് നിന്നു കേട്ടോ. അപ്പോൾ നമ്മൾക്കൊരു സങ്കടമാണ്, എന്താണ് ഒരു വലിയ വലിയ തുണികളൊക്കെ അമ്മ കഴുകുക എന്ന് പറയുമ്പോൾ അത് കാണുമ്പോൾ നമുക്കും ഒരു ഇതല്ലേ. അപ്പോൾ മാക്സിമം നമ്മൾ വരുമ്പോൾ ഉള്ള തുണികളെല്ലാം കഴുകിയിട്ട് അമ്മയ്ക്ക് ഇത്തിരി പണിയില്ലാതെ അന്ന ദിവസമെങ്കിലും പണിയില്ലാണ്ടിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാം വെച്ചൊരുക്കിയിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇതാ തുണി അലക്കലും കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതാ ഇവിടെ അമ്മ മാട്ടിനെ തീറ്റ ഇടാനായിട്ട് ഇതാ വൈക്കോലൊക്കെ എടുക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ പാടം കൊയ്ത വൈക്കോലാണ് കേട്ടോ. അതിങ്ങനെ മെഷീൻ കൊയ്തുകൊണ്ട് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ എന്താണ് ചുറ്റി ചുറ്റി മെഷീനിൽ തന്നെ ചുറ്റി എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. പണ്ടൊക്കെ ഇങ്ങനെയല്ല, നമ്മൾ ആൾ കൊയ്യുന്ന സമയത്ത് അതിങ്ങനെ സാധാരണ ഇതുപോലെ നോർമലായിട്ട് ഇങ്ങനെ ഉണക്കി അതിങ്ങനെ കുണ്ടയിടുകയാണ്. പണ്ടത്തെ രീതി പറഞ്ഞാൽ വൈക്കോൽ കുണ്ട ഇങ്ങനെ ഇടുകയാണ് കേട്ടോ വൈക്കോൽ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, റോളാക്കിയിട്ട് അങ്ങനെ കൊണ്ട് അടുക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഷീറ്റ് ഇടുകയാണ്. അപ്പോൾ മാടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കൊയ്ത വൈക്കോലൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് തന്നെ എടുക്കും കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല, കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടിരുന്നു. പിന്നെ ഉച്ചയായപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനും മക്കളൊക്കെ റെഡിയായി. ഞങ്ങൾ റെഡി ആയിട്ടിരിക്കുമ്പോഴാണ് കേട്ടോ ഫോൺ വന്നത്. നാത്തൂന് വയറുവേദന തുടങ്ങിയിട്ടുണ്ട്, ആശുപത്രി കൊണ്ടുപോവാണെന്നും പറഞ്ഞിട്ടാണ് വിളിച്ചത് ആ ഒരു സമയത്ത്. പിന്നെ ഞങ്ങൾ ടൗൺ എത്തുമ്പോഴത്തേക്കും, പാലക്കാട് എത്തുന്ന സമയത്ത് പ്രസവിച്ചു എന്നും പറഞ്ഞിട്ട് ഫോൺ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്താണ് ആൾക്ക് വയ്യാണ്ടായത്. അങ്ങനെ ഞങ്ങളെന്തായാലും ശരി എന്നാൽ എല്ലാവരോട് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങളിതാ ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് അമ്മയ്ക്ക് ഭയങ്കര സങ്കടം, നാളെ പോയാൽ പോരെ, നാളെ പോയാൽ പോരെ, അല്ലെങ്കിൽ 2 ദിവസം നിന്നിട്ട് പോയാൽ പോരെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ എല്ലാവരും അങ്ങനെയാണല്ലോ അല്ലേ. അമ്മ വന്നിട്ട് പോകുമ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണ് പറയണത്. മക്കൾ നമ്മൾ പോകുമ്പോഴും അമ്മമാർ അങ്ങനെ തന്നെയാണ് അല്ലേ. അമ്മമാർക്ക് നമ്മൾ മക്കൾ എത്ര ദിവസം അവിടെ നിന്നാലും മതിയാവില്ല, ഇനിയും 2 ദിവസം കഴിഞ്ഞിട്ട് പോവാം, 2 ദിവസം കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് പറയും. അപ്പോൾ അങ്ങനെയാണ് അമ്മമാരുടെ ഒരു മനസ്സെന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും അമ്മേൻ്റെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ അധികം ഒരുപാട് നേരം അവിടെ നിന്നാൽ ഒരു സങ്കടമാണ് കേട്ടോ അമ്മയ്ക്ക്. എങ്ങനെ അമ്മ ഇരുന്ന് നോക്കും, ഇനി മക്കൾ എപ്പോഴാണ് തിരിച്ച് വരിക എന്നുള്ളൊരു സങ്കടമായിരിക്കില്ല ആ മനസ്സിൽ. നമുക്ക് വേണമെങ്കിലും അങ്ങനെ തന്നെയാണ്. ആരെങ്കിലും പോകുമ്പോൾ നമുക്കൊരു വിഷമമാണ്, അല്ലെങ്കിൽ അമ്മ വന്നിട്ട് കുറച്ച് ദിവസം നിന്നിട്ട് പോകുമ്പോൾ നമുക്കും വിഷമമാണ്. അതിപ്പോൾ എല്ലാവരുടെ കാര്യം അങ്ങനെ തന്നെയാണ്, പ്രത്യേകിച്ച് അമ്മമാരുടെ ആ ഒരു ഇത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്തായാലും യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങളെന്തായാലും തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പറഞ്ഞ പോലെ അടുത്ത നല്ലൊരു സർപ്രൈസ് വീഡിയോ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ.